ദിലീപിന്റെ കയ്യിൽ 6 ഏക്കർ 67 സെന്റ് മിച്ചഭൂമിയുള്ളതായി രേഖകൾ. ദിലീപ് 55 ഇടപാടുകളിലായി 21.67 ഏക്കർ ഭൂമി സമ്പാദിച്ചു. രജിസ്ട്രേഷൻ വകുപ്പ് ശേഖരിച്ച രേഖകളിലാണ് ഭൂമി സംബന്ധിച്ച വിവരങ്ങൾ ഉള്ളത്. ഭൂപരിഷ്കരണ നിയമപ്രകാരം ഒരു കുടുംബത്തിന് കൈവശം വയ്ക്കാൻ കഴിയുക 15 ഏക്കർ ഭൂമി മാത്രമാണ്. ഭൂമി ഇടപാടിൽ ദിലീപിന് UDF സർക്കാരിന്റെ കാലത്ത് റവന്യൂ ഉദ്യോഗസ്ഥരുടെ സഹായവും ലഭിച്ചു. സംസ്ഥാനത്തെ 5 ജില്ലകളിലായി ദിലീപ് നടത്തിയ ഭൂമി ഇടപാടിൽ ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് 6 ഏക്കർ 67 സെന്റ് മിച്ചഭൂമി കൈവശം വച്ചിരിക്കുന്നതായാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. ദിലീപിന്റെ ഭൂമി ഇടപാടുകൾ സംബന്ധിച്ച് രജിസ്ട്രേഷൻ വകുപ്പ് സമാഹരിച്ച രേഖകൾ പ്രകാരമാണ് ഒരാൾക്ക് കൈവശം വയ്ക്കാൻ നിയമപരമായുള്ള ഭൂപരിധിക്ക് മുകളിൽ ഭൂമിയുള്ളതായി കണ്ടെത്തിയിരിക്കുന്നത്. ദിലീപിന്റെ മുൻ ഭാര്യ മഞ്ജു വാര്യർ, ദിലീപ്, മകൾ എന്നിവരടങ്ങിയ കുടുംബത്തിന്റെ കൈവശം നിലവിൽ 21.67 ഏക്കർ ഭൂമിയാണ് രേഖകളിൽ ഉള്ളത്. 1963 ഭൂപരിഷ്കരണ നിയമപ്രകാരം ഒരു കുടുംബത്തിന് പരമാവധി കൈവശം വയ്ക്കാനുള്ള ഭൂപരിധി 15 ഏക്കറാണ്. അളവിൽ കൂടുതൽ ഭൂമിയുണ്ടെങ്കിൽ നിയമത്തിലെ 120A പ്രകാരം റവന്യൂ വകുപ്പ് ഭൂമി മിച്ചഭൂമിയായി കണക്കാക്കണം. മാത്രമല്ല, റവന്യൂ വകുപ്പ് ഈ വിവരം സബ് രജിസ്ട്രാറെ അറിയിക്കുകയും വേണമെന്നാണ് ചട്ടം. ദിലീപിന്റെ കാര്യത്തിൽ റവന്യൂ വകുപ്പ് ഈ നടപടികൾ സ്വീകരിച്ചില്ല എന്നു മാത്രമല്ല, താലൂക്ക് ലാൻഡ് ബോർഡിൽ മിച്ചഭൂമി കേസ് രജിസ്റ്റർ ചെയ്യാനും നാളിതുവരെ തയ്യാറായിട്ടില്ല. ദിലീപിന്റെ നിയമവിരുദ്ധ ഭൂമി ഇടപാടുകൾക്ക് റവന്യൂ വകുപ്പിന്റെ സഹായം ലഭിച്ചുവെന്നാണ് കാര്യങ്ങൾ വ്യക്തമാകുന്നത്. ദിലീപിന്റെ ഭൂമി ഇടപാട് സംബന്ധിച്ച രേഖകളിൽ ഇപ്പോഴും റവന്യൂ വകുപ്പിന് അവ്യക്തതയും നിലനിൽക്കുന്നുണ്ട്. ലഭ്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ 6 ഏക്കർ 67 സെന്റ് മിച്ചഭൂമിയാണ് ദിലീപ് കൈവശം വച്ചിരിക്കുന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. ലെസ്ലി ജോൺ, തിരുവനന്തപുരം.